രക്ഷിതാക്കളോടാണ്. നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കൾ ആവണമെങ്കിൽ കുട്ടികൾക്ക് ബോധം വരുന്ന കാലം അത്രയും കേവലം +2 ക്ലാസ്സിലെ മദ്രസ പഠനം കൊണ്ട് ഈ കുട്ടികൾക്ക് മതബോധമുണ്ടാവുകയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും പിന്നിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇന്ന് നിസ്കാരത്തിന്റെ എല്ലാ കർമ്മങ്ങളും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ സംശയമുണ്ട്. അത് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ജമാഅത്തിന് കൂടിയാൽ മനസ്സിലാകും. അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ ഒരു സഫിൽ 30 ആളുണ്ടെങ്കിൽ 30 രൂപത്തിലായിരിക്കും തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അപ്പൊ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നമുക്കതിന്റെ ശരിയായ രൂപം പഠിക്കുന്ന ഒരു മാനസികാവസ്ഥയല്ല ഉണ്ടാവുക. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേവലം മദ്രസ പഠനം കഴിഞ്ഞാൽ കുട്ടികളെ ഇതുമായിട്ടുള്ള ബന്ധം വിടുത്തരുത്. അതിനാവശ്യമായ സംവിധാനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെയുള്ള മറ്റു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളെ ചേർക്കണം. അവർക്ക് യൗവനം വരെയെങ്കിലും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് പിടിച്ച് വെക്കാൻ സാധിക്കുകയില്ല.